വീണ്ടും പശ്ചിമേഷ്യ കലങ്ങിമറിയാൻ പോകുന്നതിന്റെ സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഇറാൻ ആക്രമിക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറിയെ അറിയിച്ചു. ആക്രമിച്ചാൽ അതേ വേഗത്തിലും അതിലും ശക്തിയിലും തിരിച്ചടിക്കുമെന്ന് ഇറാനും മുന്നറിയിപ്പ് നൽകി. ഇറാനെ എപ്പോൾ ആക്രമിക്കണമെന്ന് തീരുമാനിക്കാൻ ഇസ്രായേൽ യുദ്ധകാല ക്യാബിനറ്റ് ഇന്ന് വീണ്ടും ചേരുന്നതാണ്. അതോടൊപ്പം തന്നെ ഇസ്രായേൽ പ്രതിപക്ഷ പാർട്ടികളുടെ യോഗവും ഇന്ന് നടക്കുന്നുണ്ട്. ഇതിന്റെ മുന്നോടിയായി തന്നെയാണ് യോവ് ഗാലന്റ് യുദ്ധകാഹളം മുഴക്കുന്നത്. ആയുധബലമില്ലാത്ത ഗസ നിവാസികളെ കുരുതിവെച്ചതുപോലെയാവില്ല ഇറാനുമായി ഏറ്റുമുട്ടിയാൽ. ഇറാന്റെ ആക്രമണത്തിൽ കാര്യമായ കേടുപാടുകൾ ഇല്ലാതിരുന്നതും സിവിലിയൻ കാഷ്വാലിറ്റികൾ ഇല്ലാതിരുന്നതും ഇറാൻ ഇത് വെറും ഒരു താക്കീതായി കണ്ടതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക ഇസ്രായേലിനോട് ആത്മസംയമനം പാലിക്കാൻ ആവശ്യപ്പെടുന്നത്. അമേരിക്കയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും പിൻബലമില്ലാതെ ഇസ്രായേലിന് ഇറാനെ ആക്രമിക്കാൻ നെഞ്ചെടുപ്പ് കാണില്ല. അതുകൊണ്ട് തന്നെയാണ് ഏതൊരു ഘട്ടത്തിലും ഇസ്രായേൽ അമേരിക്കയുടെ സഹായം ആവശ്യപ്പെടുന്നതും അമേരിക്കയുടെ സമ്മതം ചോദിക്കുന്നതും. യൂറോപ്യൻ രാജ്യങ്ങളുടെയും അമേരിക്കയുടെയും പിൻബലമില്ലെങ്കിൽ ഇറാന്റെ പ്രോക്സികൾ മാത്രം മതിയാകുമായിരുന്നു ഇസ്രായേലിനെ മുട്ടുകുത്തിക്കാൻ. അതിനിടയിൽ ഇറാൻ ആക്രമിച്ചാൽ യുദ്ധത്തിന്റെ ഗതി മാറുമെന്ന് റഷ്യ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്.